അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് തിരുമല നമുക്കൊരു വീട് സെയിലിന് വന്നിട്ടുണ്ട്, ഒരു നില വീട്. അപ്പോൾ ഈ എന്റെ ബാഗിൽ കാണുന്ന ഈ വീടാണ് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത്. നമുക്കിത് വരുന്നത് 4 സെന്റാണ്. 4 സെന്റിൽ 1000 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് 3 ബെഡ്റൂം വരുന്നുണ്ട്, 3 അറ്റാച്ച്ഡ് ആണ്. നമുക്കൊരു വലിയ ഹാളും വരുന്നുണ്ട്, അതേപോലെ തന്നെ ഓപ്പൺ കിച്ചണും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 2 കാറുകളുള്ള സ്പേസ് ഉണ്ട്, അതേപോലെ തന്നെ ബൈക്കും കാര്യങ്ങളും വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കുടിവെള്ളത്തിന് കിണറുണ്ട്, അതേപോലെ തന്നെ ലൈൻ കണക്ഷനും ഉണ്ട്. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ ഫ്രണ്ട് നമുക്ക് വുഡ് വന്നിട്ട് ഫുൾ പ്ലാവാണ്. അതേപോലെ നമുക്ക് അകത്ത് ഡോറുകളായിരുന്നാലും നമുക്ക് സൈഡ് ജനലുകളായിരുന്നാലും ആഞ്ഞലും മകകണിയാണ് നമുക്ക് വുഡിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലെ ഗേറ്റ് വന്നിട്ട് നമുക്ക് സ്ലൈഡിംഗ് ഗേറ്റാണ് വരുന്നത് കേട്ടോ. നമുക്ക് സ്ലൈഡിംഗ് ഗേറ്റും വരുന്നുണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഒരു സാധാ ചെറിയ ഗേറ്റും. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 കാറുകളുള്ള സ്പേസ് ഉണ്ട്, നമുക്ക് 2 വലിയ കാറുകളുള്ള സ്പേസും ഉണ്ട്. അതേപോലെ തന്നെ ബൈക്കും കാര്യങ്ങളും നമുക്ക് സൈഡിലും വയ്ക്കാം, അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലും വയ്ക്കാം. നമുക്ക് അതേപോലെ തന്നെ ചെടി നടുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ വന്നിട്ട് തന്നെയാണ് നമുക്ക് 2 വേസ്റ്റ് കുഴിയും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും നേരെ ഇനി ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. അതേപോലെ തന്നെ നമുക്ക് പൊറ്റയിൽ നിന്ന് നമുക്ക് തിരുമല വരെ പോകാൻ വേണ്ടി ഇവിടെ നമുക്ക് 4 കിലോമീറ്ററേ വരുന്നുള്ളൂ. നമുക്ക് ഇവിടെ പൊറ്റയിൽ നിന്ന് നമുക്ക് മലയൻകീഴ് പോകാൻ വേണ്ടി നമുക്ക് 1 കിലോമീറ്ററേ വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നേരെ ഇനി ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മളെ ഫ്രണ്ട് വന്നിട്ട്. ഫ്രണ്ടിൽ നമുക്ക് സിറ്റ് ഔട്ട് തന്നെ നമുക്ക് വലിയൊരു സിറ്റ് ഔട്ടും കാര്യങ്ങളും തന്നെ നമുക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. അതേപോലെ തന്നെ നമുക്ക് ജിക്സം ബോർഡും കാര്യങ്ങളും നമുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ട് ഫുള്ളും നമുക്ക് പ്ലാവാണ് ഉപയോഗിച്ചിട്ടുള്ള വുഡിന്. അപ്പോൾ ഇത് നമുക്ക് ജനലും കാര്യങ്ങളും തന്നെ നമുക്ക് പ്ലാവാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഡോറും ഫുൾ പ്ലാവാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഫുൾ പോളിഷും കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇതാണ് നമ്മളെ ഫ്രണ്ട് വന്നത്. അപ്പോൾ നമ്മുടെ ഹാൾ വന്നിട്ട് നമുക്ക് വലിയൊരു ഹാൾ വരുന്നുണ്ട്, നമുക്ക് വലിയൊരു TV സ്റ്റാൻഡിന്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ജിക്സം ബോർഡും കാര്യങ്ങളും വരുന്നുണ്ട്. നമുക്ക് അതേപോലെ തന്നെ ഡൈനിങ്ങിന് നമുക്ക് TV സ്റ്റാൻഡിന്റെ ബാക്കിൽ നമുക്ക് ഡൈനിങ്ങിന്റെ സെക്ഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വാഷ് ബേസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഓപ്പൺ കിച്ചണുമാണ് നമുക്ക് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമുക്ക് അതേപോലെ ജിക്സം ബോർഡും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫുൾ കബോർഡ് വർക്കാണ്, നമുക്ക് ഹൈ ക്വാളിറ്റി പ്രീമിയം കബോർഡാണ് നമ്മളിവിടെ ഫുൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡൈനിങ് ഹാളിൽ നമുക്ക് ഇതൊരു ഓപ്പൺ കിച്ചണാണ് നമുക്ക് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് വർക്ക് ഏരിയ എടുക്കാനുള്ള സ്പേസ് നമുക്ക് വെളിയിലുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഡൈനിങ് ഹാളിൽ തന്നെ നമുക്ക് വാഷ് ബേസിന്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വാഷ് ബേസ് സെക്ഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഹാളിൽ നിന്ന് വരുന്നത് നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം. നമുക്ക് ബെഡ്റൂം വന്നിട്ട് നമുക്ക് 10x11 നമ്മുടെ സൈസ് വന്നിട്ട് നമ്മുടെ ബെഡ്റൂം വന്നിട്ട്. അതേപോലെ തന്നെ നമുക്ക് വലിയൊരു കബോർഡും കാര്യങ്ങളും നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കബോർഡ് വന്നിട്ട് ഹൈ ക്വാളിറ്റി പ്ലൈവുഡ് ആണ് നമുക്കിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്, യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്കിവിടെ ജനല്, നമുക്ക് ഫസ്റ്റ് റൂമിലെ ജനൽ വന്നിട്ട്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂമിൽ വന്നിട്ട് നമുക്ക് 3 പാളിയിലെ ഒരു ജനലും അതേപോലെ 2 പാളിയിലെ ഒരു ജനലും വരുന്നുണ്ട്. അതേപോലെ ഈ റൂമിന്റെ സൈസ് വന്നിട്ട് 10x11 ഈ റൂമിന്റെ സൈസ്. അതേപോലെ തന്നെ നമുക്ക് ഈ ബെഡ്റൂമിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളും വരുന്നുണ്ട്. നമുക്ക് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഫുൾ സെറയാണ്. നമുക്ക് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽ ഫുൾ സെറയും കാര്യങ്ങളാണ്. നമുക്കൊരു വലിയൊരു അറ്റാച്ച്ഡ് ബാത്റൂം തന്നെ ഇവിടെ വരുന്നുണ്ട്. ഇത് കഴിഞ്ഞ് വരുന്ന നമുക്ക് 2ാമത്തെ ബെഡ്റൂമാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം. ഇപ്പോൾ ഇതാണ് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം. അതേ ഇതാണ് നമുക്ക് 10x11 സൈസ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് വലിയൊരു കബോർഡും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു 3 പാളിയിലെ ഒരു ജനലും വരുന്നുണ്ട്, അതേപോലെ 2 പാളിയിലെ ഒരു ജനലും വരുന്നുണ്ട്. നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്റെ സൈസ് വന്നിട്ട് നമുക്ക് 10x11 നമുക്ക് സൈസ് വന്നിട്ട്. അപ്പോൾ നമുക്ക് ഈ ബാത്റൂം എന്നാലും നമുക്ക് സെറയും കാര്യങ്ങളാണ് ഫുൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാത്റൂം കാര്യങ്ങളും. നമുക്കിവിടെയും നമുക്ക് നല്ലൊരു സ്പേസ് ഉണ്ട് കേട്ടോ. നമുക്ക് വാഷ്റൂം ആയിരുന്നാലും നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് 3ാമത്തെ ബെഡ്റൂമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഹാളിൽ നിന്ന് TV സ്റ്റാൻഡിന്റെ സൈഡിൽ കൂടെ വരുന്നത് നമുക്ക് 3ാമത്തെ ബെഡ്റൂമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഇത് നമുക്ക് 10x11 ഈ ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട്. അപ്പോൾ ഈ ബെഡ്റൂമിൽ വന്നിട്ട് നമുക്ക് വലിയ കബോർഡും കാര്യങ്ങളും വരുന്നുണ്ട്. അതേപോലെ 3 പാളിയിൽ ഒരു ജനലും വരുന്നുണ്ട്. നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് കേട്ടോ. ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമും നല്ല സ്പേസ് ആണ്. അപ്പോൾ എല്ലാത്തിനെ പോലെയാണ് നമുക്ക് ഈ ബാത്റൂം വന്നിട്ട് നല്ല സ്പേസും കാര്യങ്ങളും ഉണ്ട്. ഒന്നിനും ഒരു മോശമല്ല. 3 നമുക്ക് വലിയ ബെഡ്റൂമാണ്, വലിയ ബാത്റൂമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വരുന്നത് നമുക്ക് കിച്ചണാണ്. അപ്പോൾ നമുക്ക് ഡൈനിങ്ങിൽ നിന്ന് നമുക്ക് നേരെ പോകുന്ന കിച്ചണിലോട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ സെക്ഷൻ വന്നിട്ട്. നമുക്കിവിടെ കബോർഡും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്ക് അതേപോലെ തന്നെ നമുക്കൊരു 3 പാളിയിൽ ജനലും വന്നിട്ടുണ്ട്. നമുക്ക് ജിക്സം ബോർഡും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ജിക്സം ബോർഡും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വർക്ക് ഏരിയ എടുക്കാനാണെങ്കിൽ നമുക്ക് വെളിയിൽ സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് വർക്ക് ഏരിയക്കുള്ള സ്പേസ്. ഇതാണ് നമ്മുടെ വർക്ക് ഏരിയയുടെ സ്പേസ്. അതേപോലെ നമുക്ക് നനകല്ലും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മുടെ കിണർ നമ്മുടെ സൈഡിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് സൈഡിൽ സ്റ്റെയറും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സൈഡ്. ഇവിടെയാണ് നമുക്ക് വർക്ക് ഏരിയ എടുക്കാനുള്ള സ്പേസ് വന്നിട്ട്. ഇത്രയാണ് നമ്മുടെ വർക്ക് ഏരിയയുടെ സ്പേസ് വന്നിട്ട്. അപ്പോൾ നമുക്ക് കിണറും കാര്യങ്ങളും നമുക്ക് സൈഡിലാണ് വരുന്നത്.
ഓക്കെ. അപ്പൊ നമുക്ക് ടെറസിൽ വന്നിട്ട് തന്നെ നമുക്ക് വലിയൊരു ഫംഗ്ഷൻ നടത്താനുള്ള സ്പേസും കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ നമുക്ക് 750 ഒരു ടാങ്കാണ് വരുന്നത്. അതേപോലെ തന്നെ അടുത്തടുത്ത് വീടുകളും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് അതില് വീടുള്ള പണിയും നടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്ന നമ്മളെ തിരുവനന്തപുരത്ത് നമുക്ക് പൊറ്റയിലാണ് നമുക്കൊരു വീട് സെയിലിന് വന്നിട്ടുള്ളത്. നമുക്ക് ഒരു നില വീടാണ് കേട്ടോ, ഒരു നില വീടാണ്. അപ്പോൾ നമുക്കിത് വന്നിട്ടുള്ളത് നമുക്ക് 4 സെന്റാണ്. നമുക്ക് 4 സെന്റിൽ 1000 സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത്. നമുക്ക് 3 ബെഡ്റൂം വരുന്നുണ്ട്, 3 അറ്റാച്ച്ഡാണ്. നമുക്ക് വലിയൊരു ഹാളും വരുന്നുണ്ട്. അതേപോലെ നമുക്ക് ഓപ്പൺ കിച്ചണും വരുന്നുണ്ട്. നമുക്ക് അതേപോലെ നമുക്കിവിടെ കാർ പാർക്കിംഗ് വന്നിട്ടുള്ള 2 വലിയ കാറുള്ള സ്പേസും ഉണ്ട്. നമുക്ക് അതേപോലെ തന്നെ ബൈക്കിലുള്ള സ്പേസും ഉണ്ട്. ഇതിൽ നിന്ന് നമുക്കിവിടെ ലൈൻ പൈപ്പും വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കിണറും വരുന്നുണ്ട്. നമുക്ക് പൊറ്റയിൽ നിന്ന് നമുക്ക് ഈ വീട്ടിൽ നിന്ന് നമുക്ക് സിറ്റി വരെ പോകാം. നമ്മുടെ തിരുമല വരെ പോകാൻ വേണ്ടി നമുക്ക് 4 കിലോമീറ്ററേ വരുന്നുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് മലയങ്കീഴ് വരെ പോകാൻ നമുക്ക് 1 കിലോമീറ്റർ വരുന്നുള്ളൂ. അപ്പോൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 45 ലക്ഷം രൂപയാണ്. ഇത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോ